വളരെ യാദൃശ്ചികമായി ഇന്നലെ നമ്മുടെ തിരുവനന്തപുരം മേയറുടെ ഒരു സമ്മേളനത്തിലേക്കുള്ള ഒരു ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഞാനും പോയിരുന്നു ആ സമ്മേളനത്തിന്. അവിടെ മേയറായിരുന്നു അത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്വാഗത സംഘത്തിൻ്റെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു അനന്തപുരി ഈ ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണമാണ്. അപ്പോൾ അതിൻ്റെ സ്വാഗത സംഘത്തിന് മേയറായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നേരത്തെ അവർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതാണ്. നിരന്തരം മേയർ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടൊരു ഞങ്ങൾ ആ രഹസ്യം പുറത്തു വിടുന്നു എന്നുള്ള നിലയിലുള്ള പരസ്യമായൊരു കാര്യമാണ്. ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. തിരുവനന്തപുരത്തെ ടെമ്പിൾ സിറ്റി ആക്കും, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സെൻ്റർ ആക്കി തിരുവനന്തപുരത്തെ മാറ്റും. ഇപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ, വനിതകളൊക്കെ ആറ്റുകാൽ പൊങ്കാലയിടാൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഈ വർഷം തന്നെ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വരാൻ മലയാളികളാണ്, സന്നദ്ധത കാണിച്ചിട്ടുണ്ട്. സായിപ്പന്മാർ, മദാമ്മമാർ ഒരുപാട് വരാൻ സന്നദ്ധത കാണിച്ചപ്പോൾ ഇതെല്ലാം വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് തിരുവനന്തപുരത്തെ 6-7 ക്ഷേത്രങ്ങളെ, അത് ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ആരുടേതായാലും ക്രിസ്ത്യാനിയുടെ ആയാലും, കാരണം വെട്ടുകാട് പള്ളി, ഭീമാപള്ളി ഉറൂസ്, പിന്നെ അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, പിന്നെ ഹനുമാൻ ക്ഷേത്രം, അത് കഴിഞ്ഞാൽ പാളയം പള്ളി, പാളയത്തുള്ള ജുമാ മസ്ജിദ്, പാളയത്തുള്ള ഗണപതി ക്ഷേത്രം, ഇങ്ങനെ ഒരു 8-9 ക്ഷേത്രങ്ങളും പള്ളികളും കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വലിയ ഒരു സാധ്യത. ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ, ഇപ്പോൾ നമ്മൾ ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഓരോ പേരുകളുണ്ട്. ഇപ്പോൾ പിങ്ക് സിറ്റി, രാജസ്ഥാനെ പറഞ്ഞത് പിങ്ക് സിറ്റി എന്നാണ് ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ ഓരോ സിറ്റിയുടെ പേര് വെച്ചിട്ടൊക്കെ ആ സിറ്റിയുടെ പൈതൃകം. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതൊരു ടെമ്പിൾ സിറ്റിയാണ്. ആ ഗുരുവായൂർ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നെ ശബരിമല അങ്ങനെ സിറ്റിയാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ മധുരൈ മീനാക്ഷി ക്ഷേത്രം ഒരു ടെമ്പിൾ സിറ്റിയാണ്. അപ്പോൾ അതിൻ്റേതായ ബിസിനസ്സും മറ്റ് പൂവിൻ്റെ ബിസിനസ്, പഴത്തിൻ്റെ ബിസിനസ്, തിരി, സാമ്പ്രാണി, ശർക്കര, ആ ക്ഷേത്രത്തിലേക്ക് വേണ്ട തന്നെ. പിന്നെ ടൂറുകൾ വരുന്നത്, എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ടൂർ വരുന്നത്. അതിനനുസരിച്ചുള്ള ഹോട്ടൽ വ്യവസായം, അതുപോലെ തന്നെ പിന്നെ വാഹനങ്ങൾക്ക് കിട്ടുന്ന ചാർജ്, പെട്രോളിന് വലിയ വ്യവസായമാണ്. ഒരു എന്താണ് സർക്കിൾ ഓഫ് നമ്മൾ വെള്ളത്തുള്ളിയിൽ അടിക്കും പോലാണ്. വെള്ളത്തുള്ളി അടിച്ച് അതിങ്ങനെ അലയലയായിട്ട് പോകുമെന്ന് പറഞ്ഞ പോലെ ഒന്ന് തൊട്ട് ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ ടൂറിസ്റ്റ് സാധ്യതയാണ് തിരുവനന്തപുരത്ത് ഒളിഞ്ഞു കിടക്കുന്നത്. അത് വളരെ കൃത്യമായി ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് മുൻവരെ നമുക്കറിയില്ല, ഒരു ബഡ്ജറ്റ് വരാൻ പോകുന്ന ഡോക്യുമെൻ്റാണ്. എന്നാൽ പോലും അതിന് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്ന കൺസെപ്റ്റിൽ തിരുവനന്തപുരം നഗരത്തെ ഏറ്റവും ശുചിയായി സൂക്ഷിക്കുകയും സ്ട്രീറ്റ് ഡോഗ് ഇല്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഫെസിലിറ്റീസ് പുറത്തിറങ്ങി ഉത്സവം കാണുന്നതിനും വരുന്നതിനും ഇന്ത്യയിലെ ആകെ സ്പിരിച്വാലിറ്റിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലാകെ കേരളം സന്ദർശിക്കണമെന്നുള്ള ആളുകളെ തിരുവനന്തപുരത്തേക്ക് ആകർഷിക്കത്തക്ക നിലയിലുള്ള ഒരു ടെമ്പിൾ സിറ്റി തിരുവനന്തപുരത്ത് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങൾ, ഡോർമെറ്ററി സൗകര്യങ്ങൾ, പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള വിവിധങ്ങളായ ഫെസിലിറ്റീസ്, ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം തിരുവനന്തപുരത്തിലും സബർബ് ഏരിയയിലും നടത്തും. അതുപോലെ തന്നെ ഇടത്താവളങ്ങൾ, ശബരിമല സീസണിൽ തിരുവനന്തപുരത്തിന് ഇടത്താവളം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കന്യാകുമാരിയിലേക്ക് പോകുന്ന ഈ സ്പിരിച്വൽ ടൂറിസത്തിൽ കന്യാകുമാരിയോട് ഉൾപ്പെടുത്താം. പത്മനാഭസ്വാമി കൊട്ടാരവും മണ്ടക്കാട്, കന്യാകുമാരി, ഇങ്ങനെ 4 എണ്ണം കൂടെ ഉൾപ്പെടുത്താം. അതൊരു വിഷൻ്റെ പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും തിരുവനന്തപുരത്ത് നിന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തിരുവനന്തപുരത്തൊരു ടൂറിസ്റ്റ് ഫെലിസിറ്റേഷൻ സെൻറ്ററിൽ വന്നാൽ, അവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ തിരുവനന്തപുരത്തെ ടെമ്പിളും കാര്യങ്ങളെല്ലാം കാണാം. അത് കഴിഞ്ഞാൽ നേരിട്ട് കന്യാകുമാരി വരെയുള്ള ക്ഷേത്രങ്ങളും കാണുന്നതിനുള്ള 2 പാക്കേജുകൾ വലിയ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് കോർപ്പറേഷൻ ആലോചിക്കുന്നു. അത് വളരെ മനോഹരമാണ്. എന്തായാലും ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള നിലയിൽ ക്ഷേത്ര നഗരി ആയിട്ട് തിരുവനന്തപുരംമാർ, അല്ലെങ്കിലും തിരുവനന്തപുരം തന്നെ അനന്തപത്മനാഭൻ്റെ അനന്തപുരമാണ്. അപ്പോൾ അത് ഒരു വിശ്വാസം തന്നെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് തിരുവനന്തപുരത്ത് ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വശത്ത് കടലും മറുവശത്ത് ഈ കരയും, വളരെ നാരോ സ്ട്രിപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഇതൊരു ദൈവങ്ങളുടെ, അല്ലെങ്കിൽ പത്മനാഭൻ്റെയും ദേവിയുടെയും ഒക്കെ അനുഗ്രഹമാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു നിലനിൽപ്പ് എന്നുള്ള നിലയിലുള്ള വലിയ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ആളുകൾക്ക് വലിയ സന്തോഷമായിട്ടാണ് ആളുകൾ കഴിയുന്നത്. അപ്പോൾ ഇവിടെ 3-4 ഞാൻ ഈ പറഞ്ഞ വെട്ടുകാട് പള്ളി, അത് വെട്ടുകാട് മാതൃദേവോസ് പള്ളിയുമായി ബന്ധപ്പെടുത്തി വലിയ പങ്കാളിത്തമാണ് വെട്ടുകാട് പെരുന്നാളിന് വരുന്നത്. ഭീമാപള്ളി ഉറൂസിന് ജാതിമത, ഈ 2 സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജാതിമത ഭേദമന്യേ എല്ലാവരും പോകും എന്നുള്ളതാണ്. ഭീമാപള്ളി കാണാനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം പോകും.
അതുപോലെ ഈ വെട്ടുകാടും എല്ലാവരും ഹിന്ദുക്കളൊക്കെ ധാരാളം, ഞാനൊക്കെ പലവട്ടം അതുവഴി പോകുമ്പോഴൊക്കെ പലവട്ടം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ വെട്ടുകാട് പള്ളിയിൽ അതൊരു നല്ലൊരു ആരാധനാ കേന്ദ്രമാണ്, അല്ലെങ്കിൽ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ വെട്ടുകാട് പള്ളി, അതുപോലെ തന്നെ ഭീമാ പള്ളി മുസ്ലിംസിൻ്റെയാണ്, ക്രിസ്ത്യൻസിൻ്റെ ആണോ മറ്റേ മുസ്ലിംസിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ വലിയതുറ പള്ളിയുണ്ട്. അങ്ങനെ ഒരു തിരുവനന്തപുരം എടുത്താൽ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളികളുടെയും അമ്പലങ്ങളുടെയും ഒരു നാടാണ്. അത് വളരെ കൃത്യമായി അതിനെ ക്യാഷ് ചെയ്തുകൊണ്ടുള്ള എൻകാഷ് ചെയ്യുന്ന ഒരു ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത് വരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് വളരെ സൗഹൃദപരമായ ഒരു നല്ല ഒരു പ്രോജക്റ്റ് ആയിരിക്കുമെന്ന് കരുതുന്നു. കാരണം ഒന്ന്, ആളുകൾ വരിക, അവരെ നന്നായി ഹോസ്റ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസ്, അതായത് വരുന്നതിനുള്ള സൗകര്യം, സ്റ്റേ ചെയ്യുന്നതിനുള്ള സൗകര്യം, റിഫ്രഷ് ചെയ്യുന്ന. ഇപ്പം വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നഗരങ്ങളിലൊക്കെ ചെറുപ്പക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാരുകളെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഡോർമെറ്ററിൽ ഒന്ന് ഫ്രഷ് ആയാൽ മതി. പക്ഷേ അതിനുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവാണ് തിരുവനന്തപുരത്ത് വന്നാൽ. എല്ലാം വലിയ കോസ്റ്റ്ലിയാണ്. ഹോട്ടലിലൊക്കെ കൊടുത്ത് ടിക്കറ്റ് 1500, 2000, 3000 രൂപ കൊടുത്തൊക്കെയാണ് താമസിക്കേണ്ടത്. അതിനൊരു മാറ്റം വരുന്ന രീതിയിൽ വളരെ വലിയ തോതിൽ തിരുവനന്തപുരത്ത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നടക്കും എന്നാണ് വി വി രാജേഷ് മേയർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തിന് മറ്റൊരു പേര് ഇന്ത്യയുടെ ഭൂപടത്തിലുണ്ടാവും. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തെ ടെമ്പിൾസ് ഓൺ ലാൻഡ് എന്നുള്ള നിലയിൽ തിരുവനന്തപുരം മാറാനുള്ള, ടെമ്പിൾ സിറ്റി, ക്ഷേത്ര നഗരിയായി തിരുവനന്തപുരം മാറുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുക്കുന്നു. അതോടൊപ്പം തന്നെ കാന്തള്ളൂർ ക്ഷേത്രം ഇപ്പോഴുണ്ട്. കരമനയ്ക്കടുത്ത് കാന്തള്ളൂർ ക്ഷേത്രമുണ്ട്. കാന്തള്ളൂർ ശാല ഒരു കാലഘട്ടത്തിൽ തമിഴ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ കത്തിച്ചു കളഞ്ഞതാണ്. കാന്തള്ളൂർ സർവകലാശാല നളന്ദ പോലെ, അതായത് നളന്ദ തക്ഷശില എന്ന് പറഞ്ഞ പോലെ ബീഹാറിലുള്ള നളന്ദയെ പോലെയും തക്ഷശിലയൊക്കെ പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു കാന്തള്ളൂർ. അവിടെ ധാരാളമായി സംസ്കൃതം, ആയോധന കലകൾ, തത്വശാസ്ത്രം, ന്യായം, ഫിലോസഫി, പിന്നെ സാമൂഹ്യശാസ്ത്രം, ചരിത്രം, ഒരുപാട് കാര്യങ്ങൾ, കായികം, കലയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി, അന്നത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വലിയൊരു സംവിധാനമായിരുന്നു കാന്തള്ളൂർ സർവകലാശാല, കാന്തള്ളൂർ യൂണിവേഴ്സിറ്റി. അതും പുനരുജ്ജീവിപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. അവിടെയും ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇതെല്ലാം മറ്റ് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും തിരുവനന്തപുരത്ത്, പിന്നെ ചെറുതെങ്കിലും പ്രശസ്തമായിട്ടുള്ള, ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ചെറുതാണെങ്കിലും ശ്രീകണ്ഠേശ്വര ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് ശിവരാത്രിയായി ബന്ധപ്പെടുത്തി. പരശുരാമ ക്ഷേത്രം, നമ്മുടെ ഇവിടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം പിതൃതർപ്പണത്തിന് പുകൾപെറ്റ ക്ഷേത്രമാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തുകൊണ്ടുള്ള വളരെ വലിയ ഒരു ടെമ്പിൾ സിറ്റി ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത് വരുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം.